അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കലാഭവൻ നവാസ് എന്ന വ്യക്തി അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഏതായിരുന്നാലും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ചില ആളുകളുടെ കമൻ്റ് കണ്ടു. എന്തിനാണ് ഖുർആൻ ഓതുന്നത്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അദ്ദേഹം ഒരു സിനിമാ നടനല്ലേ, മിമിക്രിക്കാരനല്ലേ, അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് കണ്ടു. ഇസ്ലാമിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത എന്തോ ഒരു നിലക്ക് ഇസ്ലാമായ കുറച്ചാളുകളാണത്. ഇസ്ലാമിനെ കുറിച്ചിടത്തോളം നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മൾ ഒരാളെക്കുറിച്ച് വിധി എഴുതാൻ, ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ചിടത്തോളം വിധി എഴുതാൻ നമുക്കെന്താണ് അർഹത? നഹ്നു നഹ്കുമു ബിൽ-ലവാഹിർ വല്ലാഹു യഅലമു സറായിർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിടത്തോളം അദ്ദേഹം മരണപ്പെട്ടാൽ, അദ്ദേഹത്തിന് വല്ല മുസീബത്തും സംഭവിച്ചാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മുസ്ലിമായൊരു മനുഷ്യൻ്റെ കടമയാണ്. നമ്മളെല്ലാം ഒരാൾ നന്നാവോ ഇല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അർഹത ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് അതിനൊക്കെ അർഹതയുള്ളത്. നമ്മളെക്കുറിച്ചിടത്തോളം നമ്മളോട് പറഞ്ഞത് എന്താ? നമ്മൾ ലാഹിർ കൊണ്ട് വിധിക്കുക. സറായിറുകൾ, രഹസ്യങ്ങളൊക്കെ റബ്ബിനറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വിശ്വാസ ആദർശത്തിലുള്ളൊരു വ്യക്തിയെക്കുറിച്ചിടത്തോളം അദ്ദേഹത്തെക്കുറിച്ച് വിധി എഴുതാൻ നമുക്കെന്ത് അധികാരമാണ്? സിനിമാ ലോകം ഹറാമായ രംഗമാണ്, ശരിയാണ്. മിമിക്രി എന്നതൊക്കെ മറ്റുള്ള ഒരാളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി പലതും കാട്ടുക എന്നതും ഒക്കെ ശരി തന്നെ. പക്ഷെ നമുക്ക് അവരെക്കുറിച്ച് വിധി എഴുതാൻ ഒരധികാരവുമില്ല. ഹറാം ഒരാൾ ചെയ്യുന്നുണ്ടെന്ന് കരുതി അയാൾ കാഫിറാവൂല. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സനുസരിച്ച് നമുക്കൊരാളെയും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. നമുക്കൊരാളെയും വിധി എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനത്തെയുള്ള പലതും ആവുമ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ വഴിമുടക്കികളാകുകയാണ്. അതുകൊണ്ട് അതൊക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കുക. സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് ടൈപ്പ് ചെയ്യുക എന്നത് നമ്മെക്കുറിച്ചിടത്തോളം ഒരു മുസ്ലിമായ മനുഷ്യന് പറ്റിയതല്ല. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹ് ക്ഷമ നൽകട്ടെ എന്ന് ദുആ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ കടമ അതാണ്. അദ്ദേഹം എന്തായിരുന്നു, ഇതൊന്നും പറയാനുള്ള അർഹത നമുക്കില്ല. അതൊക്കെ മാറ്റിയെടുക്കുക. ഇസ്ലാമിനെക്കുറിച്ച് പക്വമായി ചിന്തിക്കുക. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് മോശമായി വിധി എഴുതുന്നത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.